ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആറ്റുതീരത്ത് നട്ട വൃക്ഷം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 7-8 തിരുലിഖിതങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയത്രേ. ഹല്ലേലൂയ. ആറ്റുതീരത്ത് നട്ട വൃക്ഷം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. ഈ ഒരു മണിക്കൂറിൽ സ്വർഗത്തിൻ്റെ അഭിഷേകത്തെ അവിടുന്ന് ഓരോ ഹൃദയങ്ങളുടെ മേലും സമൃദ്ധമായി ചൊരിയട്ടെ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഈ സമൂഹത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ജീർണതകളും എല്ലാ രോഗങ്ങളും തകർച്ചകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ബലിയർപ്പിക്കാൻ, ദൈവസ്നേഹത്തിൽ വളരാൻ, ക്ഷമിക്കാൻ, പ്രാർത്ഥനയിൽ ഉയരാൻ തടസ്സമായി നിൽക്കുന്ന ഓരോ അന്ധകാര പീഡകളും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദാസന്മാരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതമായൊരു അഭിഷേകം നിറയട്ടെ കർത്താവേ. ഒരു ഉന്നതമായ ശക്തിയോടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്നു കിടക്കുന്നവർ തളർന്നു കിടക്കുന്ന കിടക്കയിൽ നിന്ന് ഇപ്പോൾ ചാടി എഴുന്നേൽക്കട്ടെ. ഓ യേശുവിന്റെ നാമത്താൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ജെറമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 17-ാമത്തെ അധ്യായം 2 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, എല്ലാ കാര്യങ്ങളിലും തൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന മനുഷ്യർ. രോഗം വന്നാലും കടബാധ്യത വന്നാലും കുടുംബ പ്രശ്നങ്ങൾ വന്നാലും എന്തു തന്നെ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ വന്നാലും തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യർ. 2-ാമത്തെ കൂട്ടം ആളുകളാണ് സ്വന്തം ശക്തിയെ ആശ്രയിച്ച് ദൈവത്തെ മാനിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവത്തെ ആശ്രയിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യർ. ഇങ്ങനെ 2 കൂട്ടം മനുഷ്യരെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം പഠിപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഭാഗം ദുഷ്ടരായ മനുഷ്യരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. തനിക്ക് ജീവനും ജീവിതം എന്ന ദൈവത്തെ അവഗണിച്ച് തന്നിഷ്ടപ്രകാരം നടക്കുന്ന മനുഷ്യര്. അവർ സ്വന്തം ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. അതിനെക്കുറിച്ച് ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ 17-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ,
ഒരു ശപിക്കപ്പെട്ട അവസ്ഥയിലാണ് ആ വ്യക്തിയുടെ ജീവിതം ഇരിക്കുന്നത് എന്ന് ഇതാ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാതെ, ദൈവത്തിലേക്ക് തിരിയാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ എൻ്റെ കഴിവുകൊണ്ട് എല്ലാം ശരിയാക്കാൻ കഴിയും, ഇതെൻ്റെ കഴിവുകൊണ്ടാണ് ഇതുവരെ നടന്നത്, ഇനി എൻ്റെ കഴിവുകൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവൻ ശബ്ദൻ എന്ന ഗണത്തിൽപ്പെട്ടവനാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്, സ്വന്തം ശക്തിയെ ദൈവമായി കരുതുന്നവർ പരിഭ്രാന്തരാകും. അങ്ങനെയുള്ളവരെ കർത്താവ് അംഗീകരിച്ചിട്ടില്ല, അങ്ങനെയുള്ളവരെ വഴികളെ കർത്താവ് അംഗീകരിച്ചിട്ടില്ല, അങ്ങനെയുള്ള ജീവിത രീതി കർത്താവ് അംഗീകരിച്ചിട്ടില്ല. ഇനി വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ധാരാളം അവൻ ആശ്രയിക്കും, ഒരുപാട് അധ്വാനിക്കും, ഒരുപാട് ഓടി നടക്കും. അവസാനം അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ഒരു കാര്യത്തിൽ ഒരു പച്ചപ്പില്ലാതെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വരണ്ട അവസ്ഥയിൽ അവൻ ഒരു നിലത്ത് പാർക്കും, വരണ്ട ഒരു നിലത്ത് പാർക്കും എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരുണ്ട്, അവരെക്കുറിച്ച് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, അവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് തിരുലിഖിതം അതിൻ്റെ പ്രതിപാദനം ആരംഭിക്കുന്നത് തന്നെ. ജെറമിയ 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു, എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി കർത്താവിൽ ആശ്രയിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചത് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം അത് എഴുതി ഫോട്ടോയെല്ലാം ഒട്ടിച്ചെനിക്ക് തന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, എൻ്റെ പേര് മേരിക്കുട്ടി തോമസ്, കോട്ടയം ജില്ലയിൽ വാഴൂർ പുളിക്കൽ കവല എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. 2010 ഫെബ്രുവരി 23 മുതൽ 27 വരെ കോട്ടയത്ത് നടന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷനിൽ 3 ദിവസം പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. 2010 അട്ടപ്പാടിയിൽ നിന്നുള്ള സഹിയോൻ ടീം കോട്ടയത്ത് ഫെബ്രുവരി 23 മുതൽ 27 വരെ 5 ദിവസം ഒരു ബൈബിൾ കൺവെൻഷന് നേതൃത്വം കൊടുത്തിരുന്നു. ആ കൺവെൻഷനിൽ 3 ദിവസം ഈ സഹോദരിക്ക് വന്ന് പങ്കുചേരാൻ ദൈവം അവസരം കൊടുത്തു. അവസാന ദിവസം അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടനെ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ വിഷമം ദൈവത്തിന് സമർപ്പിക്കാൻ തോന്നി. 20 വർഷമായി വാടകയ്ക്ക് താമസിച്ചിരുന്ന എനിക്ക് അടുത്ത ധ്യാനത്തിന് മുമ്പ് സ്വന്തമായി ഒരു ഭവനം ലഭിക്കണമെന്നും കോട്ടയം പട്ടണം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും ഞാൻ കർത്താവിൻ്റെ സന്നിധിയെ പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഈ സഹോദരിയെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഈ സഹോദരി പറയുകയാണ്, 20 വർഷമായി വാടക വീട്ടിൽ താമസിച്ച് മടുത്ത്. അപ്പോൾ ഈ സഹോദരി പറയാണ്, അടുത്ത വർഷം കോട്ടയത്ത് ഫെബ്രുവരി 23-27 വരെ 2ാമത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ വരുന്നതിന് മുമ്പ് എനിക്ക് സ്വന്തമായൊരു ഭവനം എൻ്റെ കർത്താവ് തരണം. അങ്ങനെയെങ്കിൽ ഈ കോട്ടയം പട്ടണം മുഴുവൻ കേൾക്കുമാർ ഉച്ചത്തിൽ ഞാൻ ഈ കോട്ടയം പട്ടണം കിടിലം കൊള്ളിക്കുന്ന വിധത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഒരു നേർച്ച അങ്ങോട്ട് നേർന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, 2011 ഫെബ്രുവരി ആകേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. 2010 ഒക്ടോബർ 3-ാം തീയതി എൻ്റെ ദൈവം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭവനം തീറാധാരം ചെയ്ത് സ്വന്തമായി തന്ന് എന്നെ അനുഗ്രഹിച്ച്. കോട്ടയത്ത് പറയുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, 20 വർഷമായി വീടില്ലാതെ നരകിക്കുന്നൊരവസ്ഥ. മാറി മാറി വാടക വീടുകൾ, ആരോടും ചോദിക്കാനില്ല, പൈസയില്ല, സ്വന്തമായ സ്ഥലമില്ല.
ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ സഹോദരി ചങ്ക് നുറുങ്ങി ദൈവമായ കർത്താവിൻ്റെ സന്നിധി ഒരു പ്രാർത്ഥന, ദൈവമേ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, ഈ പ്രാർത്ഥന കേൾക്കണമേ, എനിക്ക് ഈ കോട്ടയത്തൊരു വീട് തരണമേ, സ്വന്തമായൊരു വീട്, എങ്കിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് നേർച്ച നേർന്നങ്ങോട്ട് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഈ സഹോദരിക്ക് മാസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പുതിയ വീട് നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് 33-ാം സങ്കീർത്തനത്തിൽ 18 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. ഈ എളിയ സഹോദരി കർത്താവിനെ ആശ്രയിച്ചു, കർത്താവിൻ്റെ കാരുണ്യത്തിൽ ഹൃദയം അർപ്പിച്ച്, എന്നിട്ട് കർത്താവേ എന്ന് വിളിച്ച് കരഞ്ഞു. ബൈബിൾ പഠിപ്പിക്കുകയാണ്, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. മകനെ, മകളെ, ഇന്ന് നീ ഒരു ദുരിതത്തിലാണോ ഇരിക്കുന്നത്? ഇന്ന് നീ രോഗത്തിലാണോ ഇരിക്കുന്നത്? ഇതെങ്ങനെ എൻ്റെ കഴിവുകൊണ്ട് നേരാക്കിയെടുക്കാം? അങ്ങനെ ചിന്തിച്ച് തല ഉണ്ടാക്കാതെ ദൈവമായ കർത്താവ് വിശുദ്ധിയിലേക്ക് ആവശ്യപ്പെടുകയാണ്, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ സഹോദരി പ്രാർത്ഥിച്ചു. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ദൈവം അവരെ കടാക്ഷിക്കുന്നു. 19-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇതെനിക്ക് മനസ്സിലായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അട്ടപ്പാടിയിൽ ഏതാണ്ട് അടുത്തടുത്ത് താമസിക്കുന്ന 2 കുടുംബങ്ങൾ, അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു കുടുംബത്തിൽ അവർക്ക് 2 കുട്ടികളാണ്. അതിലിളയ കുട്ടിയുടെ ശരീരത്തിലെ തൊലിയെല്ലാം കൂടെ തന്നെ അങ്ങോട്ട് പോകുന്നൊരു രോഗം. ഒരു ദിവസം ആ കുടുംബനാഥൻ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ മകളുടെ തൊലിയെല്ലാം പോയിട്ട് വാഴയില വെട്ടി വാഴയിലാണ് കിടത്തിയിരിക്കുന്നത്. ഡോക്ടർമാർ വരെ മരുന്നില്ല, ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞച്ചാ എന്ന് പറഞ്ഞ് ആ കുടുംബനാഥൻ വേദനയോടെ വിലപിക്കുകയാണ്. എന്നിട്ട് നിസ്സാര ചില മരുന്നുകളാണ്, പ്രകൃതിയുടെ ചില മരുന്നുകളൊക്കെയാണ് കൊടുക്കുന്നത്. ചില നാരങ്ങ വെള്ളം, അല്ല തേങ്ങ വെള്ളം, അങ്ങനെ എന്തൊക്കെ ചില മരുന്നുകളാണ് കൊടുക്കുന്നത്. യാതൊരു ആൾക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, ഇതിന് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ കരയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളുകൾക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ ആളെക്കുട്ടി സൗഖ്യം പ്രാപിച്ച് ഇതാ സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുന്നു, സാക്ഷ്യം പറയുന്നു, വേളാങ്കണ്ണിക്ക് പോകുന്നു, അർത്തങ്കലിലേക്ക് പോകുന്നു, പല സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ഞാൻ കുടുംബാവ് സൗഖ്യം പ്രാപിച്ചോ? കുടുംബാവ് പറഞ്ഞു, അച്ഛാ, ദൈവം എൻ്റെ മകളെ രക്ഷിച്ച്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? ആ ചേട്ടൻ പറഞ്ഞു, എല്ലാവരും കൈവിട്ട്, ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മെഡിക്കൽ സയൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന് മരുന്നില്ല, ഇതെന്ത് രോഗമാണെന്ന് പോലും അറിയാൻ പറ്റാതെ എല്ലാവരും നിസ്സഹായം നിൽക്കുമ്പോൾ വിശ്വാസത്തിലും ദൈവത്തിലും അടിയുറച്ചിരുന്ന ചേട്ടൻ, ആ ചേട്ടൻ തൻ്റെ മകളെ ദൈവത്തിന് സമർപ്പിച്ച് പറഞ്ഞു, ദൈവമേ, എൻ്റെ മകളെ സുഖപ്പെടുത്തിയാൽ ഞാൻ അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി സാക്ഷ്യം പറയാം. എൻ്റെ മകളെ സുഖപ്പെടുത്തിയാൽ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. എൻ്റെ മകൾ സുഖപ്പെട്ടാൽ അർത്തങ്കൽ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അടുത്ത് പോയി ഞങ്ങളൊരു കുർബാന കണ്ടേക്കാം, ഞങ്ങൾ പോയേക്കാം. നേർച്ച നേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്തു. ആ കുടുംബത്തിൽ വലിയ വിടുതൽ സംഭവിച്ചിരിക്കുന്നതായി കണ്ടെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-2 വർഷങ്ങൾക്ക് ശേഷം അതേ രോഗം ബാധിച്ച മറ്റൊരു കുടുംബത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ആ രോഗം വന്നു, പെട്ടെന്ന് മൂർച്ഛിച്ചു, അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി. 10-17 ദിവസത്തിനുള്ളിൽ ആൾ മരിച്ചുപോയി. ഡോക്ടർമാർ മറ്റേ കുടുംബത്തോട് പറഞ്ഞാൽ ഇവരോടും പറഞ്ഞു, മരുന്നില്ല, മെഡിസിൻ ഇല്ല, എന്ത് ചെയ്യാം? അങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞു. എന്തായാലും ശരി, 10-17 ദിവസത്തിനുള്ളിൽ അതേ രോഗം ബാധിച്ച ആ കുടുംബത്തിലെ ആ അംഗം മരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് 2 സംഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, എങ്ങനെയാണ് ആ കുടുംബം രക്ഷ പ്രാപിച്ചത്? അവർ ഈ ലോകത്തിൻ്റെ മെഡിസിനും ചികിത്സാ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവലംബിച്ചപ്പോഴും അവരുടെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ, രക്ഷിക്കണമേ. ഞാൻ വേളാങ്കണ്ണിക്ക് വന്ന് എൻ്റെ മകളെ സമർപ്പിച്ച് ഒരു കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം, ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ദേവാലയത്തിൽ വന്ന് ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ അവർക്ക് അറിയാവുന്നതുപോലെ വിശ്വാസത്തിൻ്റെ വഴികളെ അവർ അവലംബിച്ചു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ അവിടുന്ന് നിലനിർത്തുന്നു. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം പരിചയം സംരക്ഷണവും അത്രേ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ അതിൽ 20-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, നാം കർത്താവിന് വേണ്ടി കാത്തിരുന്നു, അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോയ വിശുദ്ധരും വിശ്വാസമുള്ളവരുമായ കോടിക്കണക്കിന് പൂർവ്വപിതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഞെരുക്കം വന്നപ്പോൾ, മലമ്പനി വന്നപ്പോൾ, വലിയ തരത്തിലുള്ള തീരാവ്യാധികൾ ഉണ്ടായപ്പോൾ, പകർച്ചവ്യാധികൾ ഉണ്ടായപ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ, ക്ഷാമങ്ങൾ ഉണ്ടായപ്പോൾ, കലാപങ്ങൾ ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്തത്? അവർ തങ്ങളുടെ ദൈവത്തെ ആശ്രയിച്ചു, അവർ നേർച്ചകൾ നേർന്നു, അവർ പ്രാർത്ഥിച്ചു, തീർത്ഥാടനങ്ങൾക്കായി അവർ പോയി. ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ ഓരോ വഴികൾ അവർ അവലംബിച്ചു. അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് സംരക്ഷണവും ദൈവത്തിൻ്റെ സഹായവും അവർ അനുഭവിച്ചു. ദൈവം അവരുടെ പ്രാണനെ നാശത്തിൽ നിന്നും അവരുടെ ജീവനെ ക്ഷാമത്തിൽ നിന്നും അവർ സംരക്ഷിച്ചു കൊടുത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 7ഉം 8ഉം തിരുലിഖിതങ്ങളിൽ നിന്ന് വായിക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അത് ക്ഷാമകാലത്തെയോ രോഗകാലത്തെയോ ശത്രുപീഡകളെയോ ഒരു പ്രതികൂലത്തെയും അത് ഭയപ്പെടുന്നില്ല. കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഊന്നി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, കർത്താവ് ആർദ്ര ഹൃദയനും ക്ഷമാലുവുമത്രേ, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഞാനൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു വ്യക്തിയുടെ ജീവിതം കഷ്ടതയിലേക്ക് അമർന്നു പോയെന്നിരിക്കട്ടെ, ആ വ്യക്തി കരഞ്ഞ് കർത്താവിനെ ആശ്രയിച്ച രക്ഷയുണ്ട്. ഞാനൊരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കോട്ടയം ജില്ലയിലുള്ള ജോഷി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള അതിരമ്പുഴ ഇടവകയിൽ നിന്നാണ് ജോഷി സെബാസ്റ്റ്യൻ ഈ അനുഭവം പങ്കുവെക്കുന്നത്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി മദ്യപാനവും സിഗരറ്റ് വലിയും 25 വർഷമായി തുടരുന്നു. 2009 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തി. അപ്പോഴും തികച്ചും മദ്യപാനവും പുകവലിയും ഉണ്ടായിരുന്നു. എന്നാൽ 2009 നവംബർ മാസം ആദ്യ വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പുള്ള തിങ്കളാഴ്ച ഞാനും എൻ്റെ സുഹൃത്തും മദ്യപിച്ച് ലക്ക് കെട്ടു. രാത്രി 8 മണിക്ക് മദ്യപിച്ച് ലക്ക് കെട്ടതാണ്. പിന്നെ ബോധം തെളിയുന്നത് ബുധനാഴ്ച രാവിലെ. തിങ്കളാഴ്ച രാത്രി മദ്യപിച്ച് പൂക്കുറ്റി അങ്ങോട്ട് കുടിച്ചിട്ട് പിന്നെ ബോധം തെളിഞ്ഞു വരണത് ബുധനാഴ്ച രാവിലെയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് അട്ടപ്പാടിക്ക് പോരാനുള്ള ബസ്സിൽ കയറുമ്പോഴും ശരിക്കും തെളിവ് ആയിരുന്നില്ല. തലയ്ക്ക് ഒരു പകുതി വെളിവേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നവംബറിലെ ആദ്യ വെള്ളി കൺവെൻഷൻ പങ്കുചേർന്നു. യേശുവിനെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഈ നശിച്ച മദ്യത്തിൻ്റെയും പുകവലിയുടെയും ബന്ധനത്തിൽ നിന്ന് വിടുതൽ വേണമെന്ന് പൊട്ടിക്കരഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആദ്യ സുദിനത്തിൽ ദൈവശക്തി എൻ്റെ മേൽ പ്രവഹിച്ചു. അന്ന് തൊട്ട് മദ്യത്തിൻ്റെയും പുകവലിയുടെയും മണമടിക്കുമ്പോൾ തന്നെ ചങ്ക് പൊട്ടുന്നത് പോലെയും ശ്വാസം മുട്ടുന്നത് പോലെയും ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതിനുശേഷം പിന്നെ ഇന്ന് വരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാൻ എൻ്റെ ദൈവം ഇടവരുത്തിയിട്ടില്ല. അതിനുശേഷം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എൻ്റെ വീട്ടിൽ 2 കാറുകൾ ഞാൻ വാങ്ങിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, ഈ ജോഷി സെബാസ്റ്റ്യൻ 25 വർഷം മദ്യപാനത്തിനും പുകവലിക്കും അടിമപ്പെട്ട് തകർന്നൊരു ജീവിതമാണ്. ആർക്കും രക്ഷിക്കാൻ കഴിവില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ആത്മീയ ശുശ്രൂഷയെ പങ്കുചേർന്ന് ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ആ ക്ഷണത്തിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതകരമായൊരു സഹായം
ആ മകന് ലഭിച്ച് ആ വ്യക്തി രേഖപ്പെടുത്തുകയാണ്. ഫോട്ടോയും ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ട് രേഖപ്പെടുത്തുകയാണ്. 2009 നവംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദൈവശക്തി അദ്ദേഹത്തെ രക്ഷിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ അദ്ദേഹത്തിന് 1.25 വർഷമായിട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് മദ്യപിക്കാൻ തോന്നി. മദ്യപിക്കാൻ പുകവലിയുടെ മണം വരുമ്പോൾ തന്നെ ചങ്ക് പൊട്ടുന്ന പോലെ, ശ്വാസം മുട്ടുന്ന പോലെ ഒരു അനുഭവം അദ്ദേഹത്തെ ഗ്രസിക്കുകയാണ്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 11-ാം തിരുലിഖിതം. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ സഹായത്തിനും രക്ഷയ്ക്കും ഓടിയെത്തുകയും ചെയ്യുന്നു. കഷ്ടതയുടെ ദിനങ്ങളിൽ, തകർച്ചയുടെ ദിനങ്ങളിൽ, രക്ഷിക്കാൻ ആർക്കും പറ്റാത്ത ദിനങ്ങളിൽ അവിടുന്ന് രക്ഷയ്ക്കായി ഓടിയെത്തുന്നു. 22-ാം സങ്കീർത്തനത്തിലെ 8-ാം തിരുലിഖിതം. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദൈവ പൈതലിനോട് അഭ്യർത്ഥിക്കുകയാണ്. 27-ാം സങ്കീർത്തനത്തിൽ 14-ാം തിരുലിഖിതം. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതത്തിന് തുടക്കം കുറിക്കണമെന്നാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. 62-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ തിരുലിഖിതം. ജനമേ ജനമേ എന്നും ദൈവത്തിൽ ശരണം വെക്കുവിൻ, അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ജനമേ എന്നും നമ്മുടെ ദൈവത്തിൽ ഹൃദയമർപ്പിക്കുവിൻ, അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയം വെക്കരുത്, സ്വന്തം ശക്തിയിൽ ആശ്രയം വെക്കരുത്. 62-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുലിഖിതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവൻ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ഒരു ശ്വാസത്തെക്കാൾ ചെറുതത്രേ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ ഉയർത്തി നമ്മളിപ്പോൾ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മനുഷ്യരിലോ തൻ്റെ തന്നെ കഴിവുകളിലോ ആശ്രയിക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഹൃദയം ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ അഭിഷേകം തരണമേ. പഠിക്കുന്ന കുട്ടികൾ ദൈവത്തിൽ ശരണം വെച്ച് സ്തുതിക്കട്ടെ, രോഗികൾ ദൈവത്തിലേക്ക് ശരണം വെക്കട്ടെ, തകർന്നിരിക്കുന്ന ദൈവത്തിലേക്ക് ശരണം വെക്കട്ടെ, കടബാധ്യതയുള്ള ദൈവത്തിൽ ശരണം വെക്കട്ടെ, ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടും ദൈവത്തിൽ ശരണം വെക്കട്ടെ. എല്ലാ തരത്തിലും വഴിയും മുട്ടി ഇനി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നു, ഇപ്പോൾ ദൈവത്തിൽ ശരണം വെക്കട്ടെ. ജനമേ ജനമേ എന്നും ദൈവത്തിൽ ശരണം വെക്കുവിൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ പ്രാണനെ മരണത്തിൽ രക്ഷിക്കുന്നു, അവിടുന്ന് നമ്മുടെ ജീവനെ ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ അത്യുന്നത അഭിഷേകം ഈ കുടുംബങ്ങളിലേക്കും ഈ സമൂഹങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ജീർണിച്ചു പോയ ചിന്തകൾ, മരവിച്ചു പോയ അന്തരംഗങ്ങൾ, മന്ദിച്ചു പോയ വിശ്വാസകൃപകൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ, പുതുശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ. പരിശുദ്ധാത്മാ അതിശയ അഭിഷേകം, വിശ്വാസ അഭിഷേകം, ദൈവത്തിൽ ശരണപ്പെടാനുള്ള കൃപാവര ശക്തി ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുലിഖിതം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഓരോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്താണോ, വേദനകൾ എന്താണോ, ആ അന്ധകാരത്തിലേക്കും കണ്ണുനീരിലേക്കും തകർച്ചകളിലേക്കും ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. ദൈവമേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ. യേശയ്യ 64-ാം അധ്യായം 1-ാം വാക്യം.
കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കണ്ണുനീരിലേക്ക് അങ്ങയുടെ കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗക്കിടക്ക് ഇവിടെ ചാടി എഴുന്നേൽക്കട്ടെ. ഓ ദൈവമേ, ബാലികാബാലന്മാരെയും കുഞ്ഞുമക്കളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠന മേഖലയുള്ള ഓരോ ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.